Good afternoon. Good afternoon. Good afternoon, ma'am. Okay, നിങ്ങൾക്ക് ഈ അവര് ട്രീസ മിസ്സിന്റെ അവർ ആയിരുന്നില്ലേ? Yes, ma'am. ഓക്കെ, അപ്പൊ ട്രീസ മിസ്സിന് കുറച്ച് ദിവസത്തേക്ക് ലീവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് ഞാനാണ് കേട്ടോ നിങ്ങളുടെ ക്ലാസ്സിൽ ഇനി ജോയിൻ ചെയ്യുന്നതും മാമിന്റെ ക്ലാസ്സസ് ഒക്കെ അല്ലെങ്കിൽ പോർഷൻസ് ഒക്കെ എടുക്കുന്നത് മിസ്സായിരിക്കും. മിസ്സിന്റെ പേര് ആതിര എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി തേർഡ് മോഡ്യൂൾ അല്ലേ എടുത്തുകൊണ്ടിരിക്കുന്നേ? Yes, ma'am. ഓക്കെ, അപ്പൊ മിസ്സിന് ആദ്യം വന്ന കുറച്ച് ക്ലാരിഫിക്കേഷൻസ് നടത്താനുണ്ട്. ട്രീസ മിസ് എവിടെ വരെയാണ്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഓൾറെഡി കംപ്ലീറ്റഡ് ആയി? ഡിസ്ചാർജ് പ്രോസസ് കംപ്ലീറ്റ് ആയോ? Yes, discharge Yes, process ma'am. train. ഡിസ്ചാർജ് പ്രോസസ് കംപ്ലീറ്റ് ആയി. അതിനുശേഷം വേറെ ഏതൊക്കെയാണ് ഓൾറെഡി കംപ്ലീറ്റ് ആയിരിക്കുന്നത്? Human resource management മിസ് എടുക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിരുന്നോ? കംപ്ലീറ്റ് ആയിരുന്നു. കംപ്ലീറ്റ് ആണ്. കംപ്ലീറ്റ് ആണ്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇപ്പൊ നിലവിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? യെസ് യെസ്. ഓക്കെ, എവിടെ വരെ എടുത്ത് നിർത്തിയിട്ടുണ്ടെന്ന് മിസ്സിന് പറയാമോ? എവിടെ വരെയാണ് എടുത്ത് നിർത്തിയിരിക്കുന്നത്? റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? ഫോറസ്റ്റ് കാസ്റ്റ് ഓഫ് മാൻ പവർ റിക്രൂട്ട്മെന്റ്. ഓക്കെ, ഓക്കെ, അവിടെ വരെ എടുത്ത് നിർത്തിയിട്ടുണ്ട് അല്ലെ? അതിനുശേഷം ബാക്കി കണ്ടിന്യൂ ചെയ്യണം എന്നല്ലേ പറഞ്ഞേ? അങ്ങനെയല്ലേ പറഞ്ഞത്? Development of source of recruitment ആണ് എടുക്കാനുള്ള ഇനി. ഓക്കെ, ഡെവലപ്മെന്റ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് ഇനി എടുക്കാനുള്ളത് അല്ലെ? ശരി. Yes, ma'am. ശരി. സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് അല്ലെ? ഓക്കെ, സ്റ്റെപ്സ് ആണ് അല്ലെ? സ്റ്റെപ്സ് ഓൺ റിക്രൂട്ട്മെന്റ് പ്രോസസ് അല്ലെ? അതല്ലേ പറയുന്നത്? അതിലെ തേർഡ് പോയിന്റ് അല്ലെ? ഫോർത്ത് പോയിന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഡെവലപ്മെന്റ് ഓഫ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് തുടങ്ങി ഇനി സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? അപ്പൊ മിസ് ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എവിടെ വരെയാണ് എടുത്തതെന്നൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിന്റെ ബാക്കി ഭാഗം നമ്മള് മിസ് ഇന്ന് എടുക്കുന്ന ചാപ്റ്റർ ഫോർത്ത് മോഡ്യൂളിലുണ്ട്. അപ്പൊ ട്രീസ മിസ്സിന്റെ ആകെ 3 ചാപ്റ്റേഴ്സ് ആണ് തേർഡ് മോഡ്യൂളിൽ ഉണ്ടായിരുന്നത്. അത് കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഓൾറെഡി ഡിസ്ചാർജ് പ്രോസസ് കംപ്ലീറ്റ് ആയി. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയല്ലോ. തേർഡ് വൺ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആയിരുന്നു. അത് നമുക്ക് കംപ്ലീറ്റ് ആക്കാം കേട്ടോ. വരുന്നവർക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാം. ഇനി പുതിയതായിട്ട് മിസ് ഫോർത്ത് മോഡ്യൂളിലെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ഫോർത്ത് മോഡ്യൂളില് ഫസ്റ്റ് ചാപ്റ്റർ മിസ് എടുക്കാൻ പോകുന്നത് ഹൗസ് കീപ്പിംഗ് ആണ്. ഹൗസ് കീപ്പിംഗ് ചെറിയൊരു ചാപ്റ്റർ ആണ്. അത് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എവിടെ മുതലാണോ നിങ്ങൾക്ക് നിർത്തിയിരിക്കുന്നത് അവിടെ മുതൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എല്ലാം മനസ്സിലായില്ലേ? പുതിയതായിട്ട് എടുക്കാൻ പോകുന്ന ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം നിങ്ങളുടെ ഹ്യൂമൻ റിസോഴ്സ് എവിടെയാണോ നിർത്തിയിരിക്കുന്നത് അവിടെ മുതൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ കേട്ടോ? അപ്പൊ കിട്ടാത്തവരോ അല്ലെങ്കിൽ അറിയാത്തവരോ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്ത്, കേറാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് അറിയിക്കാം കേട്ടോ. ഓക്കെ, ഏതെങ്കിലും ടീച്ചേഴ്സ് ഫോർത്ത് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിരുന്നോ? സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയോ? തേർഡ് മോഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നോ ആരുടെങ്കിലും? ഇല്ല. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മള് തേർഡ് ചാപ്റ്റർ കേട്ടോ. നമ്മുടെ ഫോർത്ത് മോഡ്യൂളിലെ തേർഡ് ചാപ്റ്റർ ആണ് ഹൗസ് കീപ്പിംഗ് സർവീസസ്. ഹൗസ് കീപ്പിംഗ് സർവീസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പുതിയൊരു ചാപ്റ്റർ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നമ്മൾ വിശദമായിട്ട് 1 and 2 മോഡ്യൂൾസിൽ പഠിച്ചതാണ് അല്ലെ? അപ്പൊ അതേപോലെ തന്നെ ഇതും ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഹൗസ് കീപ്പിംഗ് സർവീസസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിനെ പഠിച്ച പോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചോ അതേ രീതിയിലുള്ള ഒരു പാറ്റേൺ തന്നെയായിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ ഫോളോ ചെയ്യുക. ഫസ്റ്റ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച്
ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമുണ്ട്. അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ലൊക്കേഷൻ, അതുമായി ബന്ധപ്പെട്ട് സ്റ്റാഫിംഗ് എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള ഫങ്ഷൻസ് എങ്ങനെയാണ്, അതിന്റെ ടൈപ്സ് എന്തൊക്കെയാണ്, അങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് ഹൗസ് കീപ്പിംഗ് സർവീസസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ചോദിക്കാം, എന്താണ് ഒരു ഹൗസ് കീപ്പിംഗ് സർവീസസ്? എന്തിനു വേണ്ടിയാണ് ഒരു ഹോസ്പിറ്റൽ ഒരു ഹൗസ് കീപ്പിംഗ് സർവീസസ് ഉള്ളത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? എന്തിനു വേണ്ടിയാണ് ഒരു ഹൗസ് കീപ്പിംഗ് സർവീസ് ഉള്ളത് ഒരു ഹോസ്പിറ്റലില്? റിപ്ലൈ ചെയ്ത് ക്ലീനിങ്ങിന് വേണ്ടി അല്ലെ? എപ്പോഴും വൃത്തിയുള്ളതും ശുചിത്വവുമായിട്ട് ഹോസ്പിറ്റൽ കൊണ്ട് നടക്കുന്നതിന് വേണ്ടി തന്നെയാണ് അല്ലെ? അപ്പൊ ഇവിടെയും ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് ഒരു ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകതകൾ തന്നെയാണ് പറയാൻ പോകുന്നത്. അപ്പൊ ശ്രദ്ധിക്കാം, നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് കേട്ടോ. ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ നോക്കാം കേട്ടോ. എ പേഷ്യന്റ് coming for the time to a hospital when welcomed a tidy environment as well as elegant feelings lessen half of his misery and increases his confidence in the hospital. ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ആ ഹോസ്പിറ്റലിൽ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് വളരെ വൃത്തിയുള്ള ഒരു അന്തരീക്ഷത്തോട് കൂടിയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും വളരെ നല്ല ഒരു മികച്ച അല്ലെങ്കിൽ ഒരു മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിശിഷ്ടമായ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു വികാരം ഉണ്ടാക്കാൻ അതിന് സാധിക്കും. ശരിയല്ലേ? നമുക്കൊരു ഹോസ്പിറ്റലിൽ നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ അവിടെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ് അങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റ് ആണ് ആ ഹോസ്പിറ്റലിൽ ഉള്ളതെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സും നമുക്കൊരു സന്തോഷം അല്ലെങ്കിൽ നമുക്കൊരു മനോഹരമായിട്ടുള്ള ഒരു ഫീലിങ്സ് നമ്മുടെ മനസ്സിൽ വരും അല്ലെ? അതോടൊപ്പം തന്നെ ലെസൺ ഹാഫ് ഓഫ് ഹിസ് മിസറി എന്ന് പറയുന്നത്, അതായത് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പോലും അതിലേക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനും അത് സഹായിക്കുന്നുണ്ട് അല്ലെ? അതോടൊപ്പം തന്നെ കോൺഫിഡൻസ് അല്ലെ, ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള നമ്മുടെ ആത്മവിശ്വാസം അത് വർദ്ധിപ്പിക്കാനും ഇത് സഹായകമാണ്. എപ്പോഴും നമ്മുടെ ഒരു ഹൗസ് കീപ്പിംഗ് സർവീസ് ആണ് ശരിക്കും ഒരു ഹോസ്പിറ്റലിനെ വൃത്തിയുള്ളതും അതുപോലെ തന്നെ സുരക്ഷിതവുമായിട്ടൊക്കെ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആ ഹോസ്പിറ്റലിൽ നമ്മളെ വളരെ നല്ല രീതിയിൽ മികച്ച നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷത്തോടു കൂടിയാണ് നമ്മളെ സ്വീകരിക്കുന്നതെങ്കിൽ അത് ഓരോ പേഷ്യൻസിന്റെയും മനസ്സിൽ ഒരു മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിശിഷ്ടമായ ഒരു വികാരം ഉണർത്താൻ അതിന് സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് അതിലൂടെ കുറയ്ക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ആ പേഷ്യൻസിന്റെ മനസ്സിൽ അവരുടെ ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസവും വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഹൗസ് കീപ്പിംഗ് സർവീസസ് അതർവൈസ് കോൾഡ് എൻവയോൺമെന്റൽ സർവീസസ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, ഹൗസ് കീപ്പിംഗ് സർവീസുകളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എൻവയോൺമെന്റൽ സർവീസസ്. ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹൗസ് കീപ്പിംഗ് സർവീസുകളെ വിളിക്കുന്ന മറ്റൊരു പേര് അല്ലെങ്കിൽ ഓൾസോ അതർവൈസ് കോൾഡ് ഡാഷ് എന്ന് ചോദിക്കും. എൻവയോൺമെന്റൽ സർവീസസ് എന്നാണ് ഹൗസ് കീപ്പിംഗ് സർവീസിനെ വിളിക്കുന്ന മറ്റൊരു പേര്. എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Then are very important in providing a safe, clean, pleasant, orderly and functional environment for both the patient and the hospital officials. നമുക്കറിയാം ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അതൊരിക്കലും പേഷ്യൻസിന് മാത്രം പ്രയോജനകരമായിട്ടുള്ളതൊന്നല്ല അല്ലെ? പേഷ്യൻസിനും അതോടൊപ്പം തന്നെ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഓരോ ജീവനക്കാർക്കും രണ്ടു കൂട്ടർക്കും ഒരുപോലെ വളരെ സുരക്ഷിതവും വളരെ വൃത്തിയുള്ളതും വളരെ പ്ലസന്റ് ആയിട്ടുള്ള വളരെ മനോഹരവും വളരെ ചിട്ടയുള്ളതുമായിട്ടുള്ള ഒരു പ്രവർത്തന അന്തരീക്ഷം നമുക്കൊരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുള്ള മികച്ചതാണെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ സെന്റൻസിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിനെ അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് സർവീസുകളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എൻവയോൺമെന്റൽ സർവീസസ് എന്ന്. അത് എന്തിനു വേണ്ടിയാണ് ഹോസ്പിറ്റലിൽ ഒരു ഹൗസ് കീപ്പിംഗ് സർവീസ് ഉള്ളത്? ഒരു ഹോസ്പിറ്റലിൽ വളരെ മികച്ച ഒരു ഹൗസ് കീപ്പിംഗ് സർവീസസ് ഉണ്ട് എങ്കിൽ അതിലൂടെ നമ്മുടെ പേഷ്യൻസിനായിക്കോട്ടെ അതോടൊപ്പം തന്നെ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്കും ഒരുപോലെ വളരെ സുരക്ഷിതവും മനോഹരവും വളരെ ക്ലീൻ ആയിട്ടുള്ള വൃത്തിയുള്ളതും വളരെ ചിട്ടയുമുള്ളതായിട്ടുള്ള ഒരു പ്രവർത്തന അന്തരീക്ഷം നൽകാനായിട്ട് ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്.
ആദ്യത്തെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് വളരെ സിമ്പിൾ ആയിട്ട് ഒന്നുകൂടി ചുരുക്കി പറയാം, ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി ശ്രദ്ധിക്കാട്ടോ. ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ഹൗസ് കീപ്പിംഗ് സർവീസസ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു സപ്പോർട്ടീവ് സർവീസ് തന്നെയാണ് അല്ലെ. ഒരു പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് അവരെ വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വൃത്തിയുള്ള അന്തരീക്ഷത്തിലാണ് അവരെ സ്വീകരിക്കുന്നതെങ്കിൽ അത് ആ പേഷ്യൻസിന്റെ മനസ്സിൽ വളരെ മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിശിഷ്ടമായ ഫീലിങ്സ് അല്ലെങ്കിൽ വികാരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയും അതിലൂടെ അവരുടെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാനും അതോടൊപ്പം ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ആ ഒരു വ്യക്തിയുടെ മനസ്സിലെ ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഇത് സഹായകമാണ്. രണ്ടാമത്തെ സെന്റൻസിൽ നമ്മൾ പറഞ്ഞത് ഒരു ഹൗസ് കീപ്പിംഗ് സർവീസുകളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എൻവയോൺമെന്റൽ സർവീസസ് എന്ന് പറയുന്നത്. ഈ ഒരു ഹൗസ് കീപ്പിംഗ് സർവീസസ് എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സർവീസ് വിഭാഗമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതുവഴി അവിടെ വരുന്ന പേഷ്യൻസിന് മാത്രമല്ല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന മറ്റ് ഒഫീഷ്യൽസ് ആയിട്ടുള്ള മറ്റ് സ്റ്റാഫുകൾക്കും ഒരുപോലെ വളരെ സുരക്ഷിതവും വൃത്തിയുള്ളതും സമാധാനപരവും അല്ലെങ്കിൽ ഒരു വൃത്തിയുള്ളതും മനോഹരവുമായിട്ടുള്ള ഒരു ചിട്ടയായിട്ടുള്ള ഒരു പ്രവർത്തന അന്തരീക്ഷം നൽകുകയും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ ഇൻട്രൊഡക്ഷൻ ഭാഗം? വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വേഗം ഒന്ന് വായിച്ചിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സ്പീഡ് കൂടുതലാണ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? പ്ലസന്റ് എന്ന് പറഞ്ഞാൽ മനോഹരമായ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. വൃത്തിയുള്ള മനോഹരമായിട്ടുള്ള. ടൈഡി എന്ന് പറയുന്നത് വൃത്തിയുള്ള ഒരു അന്തരീക്ഷം. ടൈഡി എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ള ഒരു അന്തരീക്ഷം എന്നാണ്. അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു ഫസ്റ്റ് പോയിന്റ് മിസ് പറഞ്ഞില്ലേ, ഹൗസ് കീപ്പിംഗ് സർവീസസ് അതർവൈസ് കോൾഡ് എൻവയോൺമെന്റൽ സർവീസസ്. അതുപോലെ ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡാഷ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഡാഷ് സർവീസസ് ആർ ഇമ്പോർട്ടന്റ് ഇൻ പ്രൊവൈഡിങ് എ സേഫ്, pleasant, clean, pleasant, orderly and functional environment for both the patient and the hospital officials എന്ന് ചോദിക്കാം. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഓപ്ഷനിൽ? നമ്മുടെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് സർവീസസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. മറ്റു പല ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ അതില് ഏറ്റവും സുരക്ഷിതമായിട്ട് ഏറ്റവും വൃത്തിയുള്ളതും സുരക്ഷിതവും മനോഹരവുമായിട്ടുള്ള ചിട്ടയായിട്ടുള്ള ഒരു പ്രവർത്തന അന്തരീക്ഷം അവിടുത്തെ പേഷ്യൻസിനും ഹോസ്പിറ്റൽ ഒഫീഷ്യൽസിനും നൽകാൻ കഴിയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സർവീസ് ഏതാണ്? ഹൗസ് കീപ്പിംഗ് സർവീസ് ആണ്. അപ്പൊ അതിൽ ഓപ്ഷൻസിൽ നിന്നാണ് അങ്ങനെ ചൂസ് ചെയ്യാൻ ചോദിക്കാറുണ്ട് കേട്ടോ. ആ 2 പോയിന്റ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്ത ഭാഗത്തേക്ക് പോവാലോ. ഓക്കെ, നെക്സ്റ്റ് വൺ, the 3 important housekeeping tasks in hospital consist of the following. ഇനി ഒരു ഹൗസ് കീപ്പിംഗ് ടാസ്കുകൾ, അതായത് ഒരു ഹോസ്പിറ്റലില് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട 3 പ്രധാനപ്പെട്ട ചുമതലകളാണ് നമ്മൾ താഴെ പറയുന്നത്. ആ 3 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലാതെ ഒത്തിരി ടാസ്കുകൾ ഉണ്ട് കേട്ടോ. ഇത് മാത്രമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് മാത്രമല്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഹൗസ് കീപ്പിംഗ് ടാസ്കുകളാണ് നമ്മൾ താഴെ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് to clean and sanitizing high-touch surfaces in patient rooms and restrooms. നമുക്കറിയാം പേഷ്യൻസിന്റെ റൂമുകളില് അതുപോലെ തന്നെ റെസ്റ്റ് റൂം അല്ലെ, വിശ്രമ മുറികളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്യുന്ന പ്രതലങ്ങളുണ്ട് അല്ലെ. ഏറ്റവും കൂടുതൽ നമ്മുടെ പേഷ്യൻസ് ആയിക്കോട്ടെ വരുന്ന വിസിറ്റേഴ്സ് ആയിക്കോട്ടെ എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ തൊടുന്ന പ്രതലങ്ങൾ, ആ പ്രതലങ്ങളൊക്കെ എപ്പോഴും വൃത്തിയാക്കുകയും സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യുക. അതാണ് ഒന്നാമത്തെ ടാസ്ക്. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാസ്ക് to fill up empty paper towels, soap container and office supplies. നമ്മുടെ എന്താണ് ഹോസ്പിറ്റലിലെ ഓഫീസുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ എംറ്റി ആണെങ്കിലോ അവരുടെ ഓഫീസ് സപ്ലൈസ് എന്തെങ്കിലും ഒഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ തീർന്നു പോയിട്ടുണ്ടെങ്കിലോ, അതല്ല എങ്കിൽ ഇപ്പൊ പല ഹോസ്പിറ്റൽസിലെയും ഇപ്പൊ ബാത്റൂംസ് അങ്ങനെയുള്ള റൂമുകളുമായി ബന്ധപ്പെട്ട് സോപ്പ് കണ്ടെയ്നറുകളോ പേപ്പർ ടവലുകളോ ഒക്കെ എംറ്റി ആയിട്ടുണ്ട്, ഒഴിഞ്ഞു കിടക്കുകയാണ് അല്ലെങ്കിൽ അത് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ച് ഫില്ല് ചെയ്ത് വെക്കുക.
മൂന്നാമത്തെ പോയിന്റ് ടു ഡിസ്പോസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് പ്രോപ്പർലി. ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന വേസ്റ്റസ് എല്ലാം വളരെ ശരിയായ രീതിയിൽ തന്നെ നിർമ്മാർജ്ജനം ചെയ്യുക. ഈ മൂന്നെണ്ണവും ഒരു ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട മൂന്ന് പ്രധാനപ്പെട്ട ടാസ്ക് അല്ലെങ്കിൽ ചുമതലകളാണ്. ഇതിൽ ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? ടു ക്ലീൻ ആൻഡ് സാനിറ്റൈസിങ് ഹൈ ടച്ച് സർഫസസ് ഇൻ പേഷ്യന്റ് റൂംസ് ആൻഡ് റെസ്റ്റ് റൂംസ്. പേഷ്യൻസിന്റെ റൂമുകള്, അതുപോലെ തന്നെ വിശ്രമ മുറികള് മുതലായ ഇടങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ടച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പർശിക്കുന്ന പ്രതലങ്ങളെല്ലാം എപ്പോഴും എല്ലാ ദിവസവും വൃത്തിയാകുകയും സാനിറ്റൈസ് ചെയ്യുകയും വേണം. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ടു ഫിൽ അപ്പ് എംപ്റ്റി പേപ്പർ ടവൽസ്, സോപ്പ് കണ്ടെയ്നേഴ്സ് ആൻഡ് ഓഫീസ് സപ്ലൈസ്. ഓഫീസ് സാധനങ്ങളായിക്കോട്ടെ, അതല്ലെങ്കിൽ എന്താണ് പേഷ്യൻസ് റൂമുമായി ബന്ധപ്പെട്ട് പേപ്പർ ടവലുകളോ സോപ്പ് കണ്ടെയ്നറുകളോ ഒക്കെ എംപ്റ്റി ആയിട്ട് ഇരിപ്പുണ്ട് അല്ലെങ്കിൽ ഒഴിഞ്ഞിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ച് ആവശ്യമാണെങ്കിൽ അത് ഫിൽ ചെയ്ത് അല്ലെങ്കിൽ നിറച്ചു വെക്കുക. മൂന്നാമത്തത് ടു ഡിസ്പോസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് പ്രോപ്പർലി. ഹോസ്പിറ്റലിലെ ഓരോ വേസ്റ്റസും വളരെ ശരിയായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുക. ക്ലിയർ ആണോ ആ ഒരു 3 പോയിന്റ്സ്? 3 ഇമ്പോർട്ടന്റ് ഹൗസ് കീപ്പിംഗ് ടാസ്ക് ചോദിക്കാറുണ്ട് കേട്ടോ. 3 ഇമ്പോർട്ടന്റ് ഹൗസ് കീപ്പിംഗ് ടാസ്കുകളിൽ ഒരു ഹോസ്പിറ്റലിലെ 3 ഇമ്പോർട്ടന്റ് ഹൗസ് കീപ്പിംഗ് ടാസ്കുകളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെ അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത് എന്നും ചോദിക്കാം കേട്ടോ. 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ക്ലിയർ ആണോ അത്? 3 പോയിന്റ്സ് ഒക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം, അതാണ് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ചെറിയൊരു ചാപ്റ്റർ കൂടിയാണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്, ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രാധാന്യമാണ് നെക്സ്റ്റ് പറയുന്നത്. അതിലെ ഫസ്റ്റ് പോയിന്റ് ടു ഇമ്പാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്, ഒരു വൃത്തിയുള്ള അന്തരീക്ഷം ഹോസ്പിറ്റലിൽ പ്രദാനം ചെയ്യുക. സെക്കൻഡ് വൺ ടു മീറ്റ് ദ ഹോപ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി, ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സമൂഹം നമ്മുടെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് സർവീസുകളിൽ നിന്നും എന്താണോ പ്രതീക്ഷിക്കുന്നത്, ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഈ സർവീസുകളിൽ നിന്നും അവർ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് നിറവേറ്റുക. മൂന്നാമത്തെ പോയിന്റ് ടു മെയിൻറ്റെയിൻ എ ഹൈ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ പ്രശസ്തി നിലനിർത്തുക. നാലാമത്തത് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അണുബാധകൾ നിയന്ത്രിക്കുക. ഈ 4 എണ്ണവും ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രാധാന്യങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് പോയിന്റ് ടു ഇമ്പാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്, വളരെ ഒരു വൃത്തിയുള്ള ഒരു അന്തരീക്ഷം ഹോസ്പിറ്റലിൽ പ്രദാനം ചെയ്യുക. സെക്കൻഡ് പോയിന്റ് ടു മീറ്റ് ദ ഹോപ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി, എപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്ന സമൂഹത്തിന്റെ അവരൊരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് സർവീസുകളിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് നിറവേറ്റി നൽകുക. മൂന്നാമത്തെ പോയിന്റ് ടു മെയിൻറ്റെയിൻ എ ഹൈ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ, ആശുപത്രിയുടെ ഒരു ഉയർന്ന പ്രശസ്തി, എപ്പോഴും ആശുപത്രിയുടെ ആ ഒരു ഉയർന്ന പ്രശസ്തി നിലനിർത്തുക. നാലാമത്തെ പോയിന്റ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോള്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അണുബാധകൾ നിയന്ത്രിക്കുകയും ചെയ്യുക. വേഗം ആ ഒരു 3 ഇമ്പോർട്ടന്റ് ഹൗസ് കീപ്പിംഗ് ടാസ്കുകൾ, ആ ഒരു ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ് ഒന്ന് വേഗം വായിക്കാം. ഡൗട്ട്സ് ചോദിക്കും. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഏതിലാണ് അജ്മല അല്ലെ? അജ്മല എന്നല്ലേ പേര്. ഏത് പോയിന്റ് ആണോ പറയാനുള്ളത്? ഇമ്പോർട്ടൻസിന്റെ ആണോ അതോ ഏതാണ് ടാസ്കുകളുടെ ആണോ ചോദിച്ചേ? ഏത് സെക്കൻഡ് പോയിന്റ് ആണ് നമ്മൾ ചോദിച്ചത്? ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗിലെ സെക്കൻഡ് ഇമ്പോർട്ടൻസിലെ സെക്കൻഡ് പോയിന്റ് അല്ലെ? ടു മീറ്റ് ദ ഹോപ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ കമ്മ്യൂണിറ്റി, നമുക്കാണെങ്കിലും ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ നമ്മൾ കുറെ പ്രതീക്ഷകൾ ഉണ്ടാകുന്നത് അല്ലെ? ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അവരെല്ലായിടവും വൃത്തിയാക്കിയിടും. നമ്മൾ ചെല്ലുമ്പോൾ നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷത്തോടു കൂടി നമുക്ക് കയറി ചെല്ലാൻ പറ്റും എന്നൊക്കെ നമ്മൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ? സമൂഹത്തിലെ ഓരോരുത്തരും ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണത്.
ആ പ്രതീക്ഷകൾ അവർ നിറവേറ്റുക എന്നുള്ളത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമ്മള് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹൗസ് കീപ്പിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, ദ കോമൺ സാനിറ്റേഷൻ, ക്ലീൻലിനെസ് ആൻഡ് കംഫർട്ടബിൾ എൻവയോൺമെന്റ്. ഒരു പൊതു ശുചിത്വം, അതോടൊപ്പം തന്നെ വളരെ വൃത്തിയുള്ളതും ഒരു സുഖപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൗഹൃദപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൗകര്യപ്രദമായിട്ടുള്ള ഒരു അന്തരീക്ഷവും സൃഷ്ടിക്കുക. ദെൻ സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ഡെവലപ്പിംഗ് പൊളൈറ്റ്, റിലയബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. ഹോസ്പിറ്റലിൽ ഒരു മര്യാദയുള്ള, വിശ്വസ്തതയുള്ള, ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം വികസിപ്പിക്കുക. ദെൻ തേർഡ് പോയിന്റ്, ഗുഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഹെർട്ടി റിലേഷൻസ്. മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് നല്ലൊരു സൗഹൃദം അല്ലെങ്കിൽ ഒരു നല്ലൊരു ബന്ധം നിലനിർത്തുക. ദെൻ ഫോർത്ത് പോയിന്റ്, എൻഷുറിംഗ് സേഫ്റ്റി ഓഫ് സ്റ്റാഫ്, പേഷ്യൻസ് ആൻഡ് റിലേറ്റീവ്സ്. അവിടെയുള്ള ജീവനക്കാരുടെ ആയിക്കോട്ടെ, വരുന്ന പേഷ്യൻസിന്റെ ആയിക്കോട്ടെ, അവരുടെ റിലേറ്റീവ്സിന്റെ ആയിക്കോട്ടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. ദെൻ നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് ക്വാളിറ്റി റിസ്ട്രെയിനിങ് ഓഫ് സാനിറ്ററി എക്യുപ്മെന്റ്സ് ആൻഡ് ക്ലീനിങ് ഏജൻസ്. ശുചീകരണ ഉപകരണങ്ങള്, ശുചീകരണവുമായി ബന്ധപ്പെട്ട് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ പലതരത്തിലുള്ള ഏജൻസികൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ബ്ലീച്ച്, ഡിറ്റർജൻസ്, ഫിനോയിൽ അങ്ങനെയൊക്കെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ക്ലീനിങ് ഏജൻസ് ആയിക്കോട്ടെ, സാനിറ്ററി ശുചീകരണ ഉപകരണങ്ങളായിക്കോട്ടെ, ഇതിന്റെയൊക്കെ ഗുണനിലവാരം നിയന്ത്രിക്കുക. ദെൻ ലാസ്റ്റ് പോയിന്റ്, പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. കൃത്യമായിട്ട് ഹൗസ് കീപ്പിംഗ് സർവീസുകളുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക, ശരിയായിട്ടുള്ള ഫീഡ്ബാക്കുകളും ചെയ്യുക. അപ്പൊ ഇത്രയും ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട അവരുടെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളാണ്. ഫസ്റ്റ് പോയിന്റ് എന്താ? ഒരു പൊതു ശുചിത്വം നിലനിർത്തുക, അതോടൊപ്പം വൃത്തിയുള്ളതും സുഖപ്രദവുമായിട്ടുള്ള ഒരു അന്തരീക്ഷവും നിലനിർത്തുക. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ഡെവലപ്പിംഗ് പൊളൈറ്റ്, റിലയബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. വളരെ മര്യാദയുള്ളതും വിശ്വസനീയമായിട്ടുള്ളതും ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം വികസിപ്പിക്കുക. തേർഡ് പോയിന്റ്, ഗുഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഹെർട്ടി റിലേഷൻ. മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് നല്ലൊരു ബന്ധം സൃഷ്ടിക്കുക അല്ലെങ്കിൽ സ്ഥാപിക്കുക. എൻഷുറിംഗ് സേഫ്റ്റി ഓഫ് സ്റ്റാഫ്, പേഷ്യൻസ് ആൻഡ് റിലേറ്റീവ്സ്. അവിടെയുള്ള ജീവനക്കാരുടെ, പേഷ്യൻസിന്റെ, അതുപോലെ തന്നെ അവർക്കൊപ്പം വന്നിരിക്കുന്ന റിലേറ്റീവ്സിന്റെ ഒക്കെ സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷ ഉറപ്പുവരുത്തുക. ക്വാളിറ്റി റീസ്റ്റെയിനിങ് ഓഫ് സാനിറ്ററി എക്യുപ്മെന്റ്സ് ആൻഡ് ക്ലീനിങ് ഏജൻസ്. അതുപോലെ തന്നെ ശുചീകരണ ഉപകരണങ്ങള്, ക്ലീനിങ് വേണ്ടിയിരിക്കുന്ന ക്ലീനിങ് ഏജൻസ് മുതലായവയുടെയൊക്കെ ഗുണനിലവാരവും നിയന്ത്രിക്കുക. ലാസ്റ്റ് പോയിന്റ്, പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. ഹൗസ് കീപ്പിംഗ് സർവീസുകളുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക, കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ ചെക്ക് ചെയ്യുകയും ചെയ്യുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഒബ്ജക്റ്റീവ്സ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മള് ഒബ്ജക്റ്റീവ്സും ഇതുപോലെ തന്നെ ഇൻക്ലൂഡഡ് ആയത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിൽ ചോദിക്കാറുണ്ട് കേട്ടോ. ഇമ്പോർട്ടൻസ് ഒബ്ജക്റ്റീവ് ഒക്കെ ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാറ്. ഓക്കെ, നെക്സ്റ്റ് വൺ ലൊക്കേഷൻ. ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ സ്ഥാനം എവിടെയായിരിക്കണം? ഹൗസ് കീപ്പിംഗ് അറ്റൻഡ്സ് ഓൾ ഏരിയാസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ അല്ലെ. ഒരു ഹോസ്പിറ്റല് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അത് പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയക്കോ വേണ്ടിയല്ല അല്ലെ. ആ ഹോസ്പിറ്റൽ മൊത്തത്തില് അല്ലെ, ആ ഹോസ്പിറ്റലിന്റെ എല്ലാ ഏരിയാസിലും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഇവർ പ്രവർത്തിക്കുന്നത്.
ശരിയല്ലേ? ഒരു പർട്ടിക്കുലർ ഏരിയക്ക് വേണ്ടി മാത്രമല്ല ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രത്യേക ഏരിയ മാത്രമല്ലല്ലോ വൃത്തിയാക്കുന്നത്. ഹോസ്പിറ്റൽ മുഴുനീളം അല്ലെ, മൊത്തത്തിൽ എല്ലാ ഇടങ്ങളിലും ഇവർ ചെല്ലുന്നുണ്ട് അല്ലെ, ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്, ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. മേ ബി സിറ്റുവേറ്റഡ് ഇൻ എ നോൺ പ്രൈം ഏരിയ. ഒന്ന് അണ്ടർലൈൻ ചെയ്തില്ല കേട്ടോ, നോൺ പ്രൈം ഏരിയ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പ്രധാനമായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടോ, പെട്ടെന്ന് കയറി ചെല്ലുന്നാലും നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഇടങ്ങളിൽ തന്നെയാണോ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് വെക്കാറ്? ആണോ? നമ്മുടെ ഹോസ്പിറ്റലൊക്കെ നിങ്ങൾ ചെല്ലുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അധികം ശ്രദ്ധ വേണ്ടാത്ത അല്ലെങ്കിൽ അധികം പ്രാധാന്യമില്ലാത്ത ഇടങ്ങളിലായിരിക്കും അല്ലെ, ഹോസ്പിറ്റൽ അധികം പ്രാധാന്യമില്ലാത്ത ഇടങ്ങൾ നോക്കിയായിരിക്കും നമ്മളൊരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ഥാനം വരുന്നത് അല്ലെ. അല്ലാതെ നമ്മുടെ ഇതുപോലെ ഇപ്പോൾ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മറ്റേതൊരു ഡിപ്പാർട്ട്മെന്റുകളും ഇരിക്കുന്നത് പോലെ അത്രയും പ്രാധാന്യമുള്ള ഒരു ഇടത്തൊന്നും ആയിരിക്കില്ല ഒരിക്കലും ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥാനം വരിക. അതെപ്പോഴും ഒരു അധികം പ്രാധാന്യമില്ലാത്ത ഒരു ഇടം നോക്കി അല്ലെങ്കിൽ ഒരു ഏരിയ നോക്കിയായിരിക്കും അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുക. അതാണ് ഒരു നോൺ പ്രൈം ഏരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അധികം പ്രാധാന്യം ഇല്ലാത്ത ഒരു ഏരിയ എന്നുള്ളത് അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് സിറ്റുവേറ്റഡ് ഇൻ ഡാഷ് ഏരിയ എന്ന് ചോദിക്കാം. അപ്പൊ നോൺ പ്രൈം ഏരിയ പറയാം. പ്രൈം ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? പ്രാധാന്യമുള്ള ഏരിയ. അപ്പൊ രണ്ടും തരും ഓപ്ഷൻ കേട്ടോ. നോൺ പ്രൈം ഏരിയ തരാം, പ്രൈം ഏരിയ തരാം. അപ്പൊ അതിൽ നോൺ പ്രൈം ഏരിയ അധികം പ്രാധാന്യമില്ലാത്ത ഇടങ്ങൾ നോക്കിയായിരിക്കും ഒരു ഹൗസ് കീപ്പിംഗ് ലൊക്കേഷനിൽ വരുന്നത്. Then it should be as far as possible centrally located and close to the vertical transport system to make way for easy movement of housekeeping material and equipment. നമുക്ക് അറിയാം ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും അവരുടെ പ്രവർത്തനങ്ങൾ എത്തുന്നുണ്ട് അല്ലെ. ആ ഹോസ്പിറ്റലിൽ എല്ലാ രീതിയിലേക്കും അവരുടെ പ്രവർത്തനങ്ങൾ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു ഏറ്റവും താഴത്തെ ഫ്ലോറിലോ അല്ലെങ്കിൽ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലോ ഒന്നുമല്ല, എല്ലായിടത്തേക്കും ഒരുപോലെ നമുക്ക് ഹൗസ് കീപ്പിംഗ് മെറ്റീരിയൽസും അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് ഉപകരണങ്ങളും ഒക്കെ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന, എളുപ്പത്തിൽ മൂവ്മെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നേരെ ഒരു വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണ്. ഒരു നേരെ നമുക്ക് സാധനങ്ങൾ ഒരുപാട് വളഞ്ഞു തിരിഞ്ഞ് ഒക്കെ കൊണ്ടുപോകാതെ നേരെ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഓരോ സ്ഥലത്തേക്കും എളുപ്പത്തിൽ സാധനങ്ങൾ ഈസി മൂവ്മെന്റിലൂടെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന രീതിയിൽ ആ ഒരു ബിൽഡിങ്ങിന്റെ ഒരു സെൻട്രൽ ഭാഗത്തായിട്ട് ഒരു മധ്യഭാഗത്ത് നോക്കി അധികം പ്രാധാന്യമില്ലാത്ത ഒരു ഇടം നോക്കിയായിരിക്കും നമ്മുടെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്ഥാനം പ്ലേസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ആ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ഏരിയാസിലും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഇവര് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റലിലെ എല്ലാ ഇടങ്ങളിലേക്കും ഇവരുടെ കൈകൾ എത്തണം അല്ലെ. അതുകൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിലെ എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് ഹൗസ് കീപ്പിംഗ് മെറ്റീരിയൽസ് കൊണ്ടുപോകണം, അതിനു വേണ്ടിയുള്ള ഉപകരണങ്ങൾ കൊണ്ടുപോകണം, അങ്ങനെ എല്ലാ സാധനങ്ങളും എളുപ്പത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് നേരെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ എപ്പോഴും ആ ഹോസ്പിറ്റലിന്റെ ഒരു മധ്യഭാഗത്തായി കണ്ട് ആ ബിൽഡിങ്ങിന്റെ ഒരു മധ്യഭാഗത്തായി കണ്ട് നമുക്കൊരു അധികം പ്രാധാന്യമില്ലാത്ത ഒരു ഇടം നോക്കിയായിരിക്കും ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥാനം അല്ലെങ്കിൽ ലൊക്കേഷൻ ഉണ്ടായിരിക്കുക. ക്ലിയർ ആണോ? ലൊക്കേഷൻ ആ ഒരു നോൺ പ്രൈം ഏരിയ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടേ. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഓർഗനോഗ്രാം ആണ് കേട്ടോ. സ്റ്റാഫിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അതില് ചോദിക്കാവുന്ന 2-3 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാല് ഓർഗനോഗ്രാമില് നിങ്ങൾ സാധാരണ നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ ഓർഗനോഗ്രാമുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ടാവും. അത് എത്ര ലെവൽ ഓഫ് ഓർഗനോഗ്രാമില് ഏതൊക്കെ ലെവൽസ് ഉണ്ട് അല്ലെങ്കിൽ ഏത് ലെവൽ ഓഫ് ആളുകളാണുള്ളത്? 3 ലെവൽസ് ആണ് ഇതിനുള്ളത്. ഫസ്റ്റ് വൺ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ. അവരുടെ കീഴിൽ വരുന്നവരാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ. തേർഡ് ലെവലിൽ വരുന്നവരാണ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. അപ്പൊ 3 ലെവൽ ഉണ്ട് അല്ലെങ്കിൽ 3 ലെവലിൽ 3 സ്റ്റേജസ് ആയിട്ടാണ് സ്റ്റേജസ് ആയിട്ടാണ് കാണുന്നത്. മനസ്സിലാക്കും. രണ്ടാമത്തത് ഈ ഓർഡർ തെറ്റിച്ചു തരാം. നമ്മൾ ഫ്ലോ ചാർട്ട് ഒക്കെ പഠിക്കാറുണ്ടല്ലോ അല്ലെ. അപ്പൊ ഫ്ലോ ചാർട്ടില് ഓർഡറുകൾ തെറ്റിച്ചു തരാറില്ലേ? ഇല്ലേ? ഓർഡർ തെറ്റിച്ചു തരാറില്ലേ? ഓർഡേഴ്സ് ഒക്കെ തെറ്റിച്ചിട്ട് കറക്റ്റ് ഫ്ലോ ചാർട്ട് ഇതാണെന്ന് ഇത് ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ഫ്ലോ ചാർട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറയാറുണ്ട് അല്ലെ. അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഈ പറയുന്ന ഏതെങ്കിലും ഫ്ലോ ചാർട്ട് തന്നിട്ട് ഇതിൽ ഏതെങ്കിലും 1-2 മിസ്സിംഗ് ആയിട്ട് കൊടുക്കും.
അപ്പൊ അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ആ ഓപ്ഷനിൽ അത് ചൂസ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരെണ്ണം ആ മിക്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത് ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ചൂസ് ചെയ്ത് എഴുതാനായിട്ട് ചോദിക്കാം. ഈ 3 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ഈ ഒരു ഓർഗനോഗ്രാമുമായി ബന്ധപ്പെട്ട് കാണാറ്. ഇവിടെ നമ്മൾ 3 ലെവൽസ് ആയിട്ടാണ് ഒരു ഓർഗനോഗ്രാം പഠിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഒരു 4 ആളുകളുടെ പേര് മാത്രമേ നമ്മൾ ഇവിടെ പഠിക്കുന്നുള്ളൂ കേട്ടോ. അത് കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണേ, ചോദിക്കാറുണ്ട്. അതില് ഫസ്റ്റ് വൺ ആണ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ. ഇദ്ദേഹമാണ് ആ ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ആണ്. that leads the department. ഈ ഒരു എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ആയിരിക്കും ആ ഒരു ഡിപ്പാർട്ട്മെന്റ്. ഏത് ഡിപ്പാർട്ട്മെന്റിനെ? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിനെ ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നയിക്കുന്ന വ്യക്തിയാണ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ. അതും ചോദിക്കാം കേട്ടോ. ഇവിടെ ഓരോരുത്തരുടെയും സ്പെഷ്യാലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഈ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജറുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ആരാണ് ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ലീഡ് ചെയ്യുന്ന വ്യക്തി ആരായിരിക്കും? ഇവരുടെ 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. ഇതുപോലെ ഇവരുടെയൊക്കെ മറ്റുള്ളവരുടെയൊക്കെ പേര് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിന്ന് കറക്റ്റ് ആൻസർ ചെയ്ത എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ആണ് ഈ പറയുന്ന ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിനെ നയിക്കുന്ന വ്യക്തി. Then he or she should be able to form, control and develop ഹൗസ് കീപ്പിംഗ് സർവീസസ് ഇൻ ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗ് സർവീസുകള് കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യാനും വികസിപ്പിക്കാനും അത് രൂപീകരിക്കാനും അത് നിയന്ത്രിക്കാനുമുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? ഈ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ഉണ്ടായിരിക്കണം. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജറിനെ കുറിച്ച് 2 കാര്യങ്ങളെ നമ്മൾ പറഞ്ഞുള്ളൂ. അദ്ദേഹമാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്ന നയിക്കുന്ന വ്യക്തി എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗ് സേവനങ്ങളുമായി ബന്ധപ്പെട്ട് പല പല പ്രവർത്തനങ്ങൾ രൂപീകരിക്കാനും നിയന്ത്രിക്കാനും വികസിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? ഈ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജറിന് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ എന്താണെന്നുള്ളത് ഇതിൽ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് മാത്രം പഠിച്ചു വെക്കുക കേട്ടോ. അതിൽ ആ ഒരു ലീഡ്സ് ദ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. അത് ചോദിക്കാറുണ്ട് കേട്ടോ. ആരാണ് ആ ഡിപ്പാർട്ട്മെന്റിൽ ലീഡ് ചെയ്യുന്ന വ്യക്തി? ഓക്കെ. ദെൻ സെക്കൻഡ് പോയിന്റ് സെക്കൻഡ് ലെവൽ ആണ് കേട്ടോ. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ്. അവരുടെ കീഴിൽ ആരുടെ കീഴിൽ? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജറിന്റെ കീഴിൽ വരുന്ന ആളുകളാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറും ഫ്ലോർ സൂപ്പർവൈസേഴ്സും. ഇവര് രണ്ടുപേരും ആരാണ്? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജറുടെ കീഴിൽ വരുന്ന ആളുകളാണ്. അവരുടെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ trained and acquainted with the housekeeping procedures and able to manage the housekeeping staff. എന്താണ്? അവര് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഓരോ ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയേഴ്സിലും കൃത്യമായ പരിശീലനങ്ങൾ ലഭിച്ചവരും പരിചയ സമ്പന്നരുമായിട്ടുള്ള ആളുകളായിരിക്കും ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറും ഫ്ലോർ സൂപ്പർവൈസേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇവർക്ക് എന്തൊരു കഴിവുണ്ടായിരിക്കണം? ഏബിൾ ടു മാനേജ് ദ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. അവരുടെ കീഴിൽ വരുന്ന ഓരോ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് അല്ലെങ്കിൽ ജീവനക്കാരെയും മാനേജ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് കൂടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിനും ഫ്ലോർ സൂപ്പർവൈസേഴ്സിനും ഉണ്ടായിരിക്കും. അപ്പൊ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജറിന് കീഴിൽ വരുന്ന 2 ആളുകളാണ്. അവരിലെ 2 കൂട്ടർക്കും ഒരുപോലെ വേണ്ട ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു പ്രത്യേകതയാണ് ആ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ എല്ലാ ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളെ കുറിച്ചും കൃത്യമായിട്ടുള്ള പരിശീലനങ്ങളോ പരിചയ സമ്പന്നതയും ആർക്കുണ്ടായിരിക്കണം? അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിനും ഫ്ലോർ സൂപ്പർവൈസറിനും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ നല്ല പരിശീലനങ്ങളും നല്ല പരിചയ സമ്പന്നതയും ഉണ്ടായാൽ മാത്രമേ അവർക്ക് അവരുടെ കീഴിലുള്ള ഓരോ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ കൃത്യമായിട്ട് നിയന്ത്രിക്കാനും സാധിക്കും. അല്ലെങ്കിൽ കൃത്യമായിട്ട് നിയന്ത്രിക്കാനും ഒരു കഴിവ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിനും ഫ്ലോർ സൂപ്പർവൈസേഴ്സിനും ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? ആ കാര്യം ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അവരുടെ കീഴിൽ വരുന്ന അതായത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസേഴ്സിന്റെ കീഴിൽ വരുന്ന ആളുകളാണ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസിനെ നമ്മൾ കാണാറില്ലേ? ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ അവിടെയൊക്കെ അടിച്ചു വാരി തുടച്ച് നടത്തി വൃത്തിയാക്കിയിടുന്ന എംപ്ലോയീസിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? സ്റ്റാഫുകളെ, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ കണ്ടിട്ടില്ലേ? നമ്മൾ കൂടുതലും അവരെ ആയിരിക്കും നമുക്ക് കണ്ടുപരിചയം അല്ലെ? നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ള ആളുകൾ അവർ തന്നെയാണ് അല്ലെ? അപ്പൊ അവരൊക്കെ പറയുന്നത് മോസ്റ്റ്ലി ഇൻഎക്സ്പേർട്ട് ആണ്.
അതായത് അവർക്ക് വലിയ രീതിയിലുള്ള പരിചയ സമ്പന്നതയോ അതുപോലെ തന്നെ അവർക്ക് അധികം രീതിയിലുള്ള വലിയ രീതിയിലുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പരിചയമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വൈദഗ്ധ്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ലോവസ്റ്റ് പെയ്ഡ് ആയിരിക്കും. വളരെ ശമ്പളം വളരെ കുറവുമായിരിക്കും അവർക്കുണ്ടായിരിക്കുക. ആൻഡ് മസ്റ്റ് ബി വെൽ ഫെമിലിയർ വിത്ത് ടു ദ ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയർ ബൈ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പൊ നമ്മളൊരു സ്വീപ്പർ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ആ ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട് സ്റ്റാഫുകൾ അല്ലെങ്കിൽ എംപ്ലോയീസിനെ ജോലിക്ക് എടുക്കുമ്പോൾ അവർ വളരെ പരിചയമൊന്നുമില്ലാത്ത വളരെ ഇൻഎക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള പരിചയ സമ്പന്നതയോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള വൈദഗ്ധ്യമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ലോവസ്റ്റ് പെയ്ഡ് ആയിരിക്കും, വളരെ ശമ്പളം അവർക്ക് കുറവുമായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ അവർ എങ്ങനെയാണ് ഇത് പരിചയപ്പെടുന്നത്? അവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങോ എഡ്യൂക്കേഷൻസും അല്ലെ ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയേഴ്സിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള പരിശീലനങ്ങളോ എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങളോ നൽകുമ്പോൾ അവരെന്തിൽ ഫെമിലിയർ ആവുന്നു അല്ലെങ്കിൽ എന്തിൽ പരിചയസമ്പന്നരായി മാറുന്നു? ഈ പറയുന്ന ഹൗസ് കീപ്പിംഗ് സർവീസുകളുമായി ബന്ധപ്പെട്ട ഓരോ പ്രൊസീജിയേഴ്സിലും ഫെമിലിയർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ 3 ലെവൽസ് ആണ് ഓർഗനോഗ്രാമിൽ പറഞ്ഞത്. ഫസ്റ്റ് വൺ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ നയിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ എന്തിനുള്ള കഴിവുണ്ടായിരിക്കണം? ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഹൗസ് കീപ്പിംഗ് സർവീസുകളുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും രൂപീകരിക്കാനും നിയന്ത്രിക്കാനും വികസിപ്പിക്കാനുമുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ഇനി ഇവരുടെ കീഴിൽ വരുന്ന ആളുകളാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറും ഫ്ലോർ സൂപ്പർവൈസറും. ഇവരെങ്ങനെയാണ്? നല്ല രീതിയിൽ ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട ഓരോ നടപടിക്രമങ്ങളിലും കൃത്യമായിട്ടുള്ള പരിശീലനങ്ങളും പരിചയ സമ്പന്നതയും ആർജിച്ചവരായിരിക്കും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറും ഫ്ലോർ സൂപ്പർവൈസേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് എന്തിനുള്ള കഴിവുണ്ടായിരിക്കണം? അവരുടെ കീഴിൽ വരുന്ന ഓരോ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവും ഇവർക്കുണ്ടായിരിക്കണം. ഇനി ഇവരുടെ കീഴിൽ വരുന്ന ആളുകളാണ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് മിക്ക ആളുകളും എക്സ്പേർട്ട് ആയിരിക്കും, വലിയ രീതിയിലുള്ള വൈദഗ്ധ്യങ്ങളോ പരിചയ സമ്പന്നതയോ ഒന്നുമില്ലാത്ത ആളുകളായിരിക്കും. അതോടൊപ്പം തന്നെ അവർക്ക് വളരെ ശമ്പളം വളരെ കുറവുമായിരിക്കും. എന്നാൽ ഇവർക്ക് കൂടുതൽ പരിചയ സമ്പന്നത അല്ലെങ്കിൽ ഫെമിലിയറിലായിട്ട് ആ ഒരു പ്രൊസീജിയേഴ്സ് എത്തണമെങ്കിൽ അവർക്ക് കൃത്യമായ ട്രെയിനിങ്ങുകൾ പരിശീലനങ്ങളോ കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻസും ഒക്കെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട ഓരോ നടപടിക്രമങ്ങളിലും പരിചയമുള്ളവരായി മാറുകയും ചെയ്യും. വേഗം ആ ഒരു ഓർഗനോഗ്രാം ഒന്ന് നോക്കി. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണേ. നെക്സ്റ്റ് വൺ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്. ഈ ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കണമെങ്കിൽ അതിന് എന്തൊക്കെ സൗകര്യങ്ങളും എന്തൊക്കെ സ്ഥല ആവശ്യകതകളും ആവശ്യമാണ്? our department of hospital നമ്മൾ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സൗകര്യങ്ങള് അതുപോലെ തന്നെ എന്തൊക്കെ സ്പേസസ് അല്ലെങ്കിൽ സ്ഥാനങ്ങളും സ്ഥലങ്ങളും ഒക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത്. അതാണ് ഇനി നോക്കുന്നത് കേട്ടോ. The following facilities and space are needed for housekeeping. ഒരു ഹൗസ്കീപ്പിംഗ് സർവീസുകൾ നടത്തണമെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് വേണ്ട സ്ഥലപരിമിതികള് അതുപോലെ തന്നെ സൗകര്യങ്ങളൊക്കെയാണ് നമ്മൾ താഴെ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഓഫീസ് ഫോർ ദ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് വേണ്ടി ഒരു ഓഫീസ് ഏരിയ ഉണ്ടായിരിക്കണം. സെക്കൻഡ് പോയിന്റ്, ഏരിയ ഫോർ ക്ലറിക്കൽ വർക്ക്. ഡേ ടു ഡേ അല്ലെ ദിവസേനയുള്ള ഓഫീസ് വർക്കുകൾ കാര്യങ്ങള് അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള വർക്കുകൾ ഇതെല്ലാം ദിവസേന ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ലറിക്കൽ വർക്കുകൾ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഏരിയ ഉണ്ടായിരിക്കണം. Then third one, office for the assistant executive housekeeper, desk and desk or office space for supervisors. അടുത്ത് നമ്മൾ ഓൾറെഡി എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഓൾറെഡി ഒരു ഓഫീസ് വേണമെന്ന് പറഞ്ഞു അല്ലെ. ഇനി അവരുടെ കീഴിലുള്ള ആളുകൾ അല്ലെങ്കിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിനും അതുപോലെ തന്നെ ഫ്ലോർ സൂപ്പർവൈസേഴ്സിനും ഓരോ ഓഫീസുകൾ വേണം.
ഇനി അതല്ല, it is desirable that the floor supervisors are physically located in the concerned area of supervision where the personnel under them work. ഒരു ഫ്ലോർ സൂപ്പർവൈസർ എപ്പോഴും അവർ ലൊക്കേറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള സ്ഥലം ഏതാ? അവര് മേൽനോട്ടം വഹിക്കുന്ന ആളുകൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത്, അല്ലെ? ഫ്ലോർ സൂപ്പർവൈസേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ കീഴിൽ ഒരുപാട് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ, എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അവരെവിടെയാണോ, എംപ്ലോയീസ് എവിടെയാണോ വർക്ക് ചെയ്യുന്നത്, ഏത് ഫ്ലോറിലാണോ വർക്ക് ചെയ്യുന്നത്, അവർ ആ ഒരു ഫ്ലോറിൽ തന്നെ ആയിരിക്കണം ഈ പറയുന്ന ഫ്ലോർ സൂപ്പർവൈസറും ലൊക്കേറ്റ് ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും അഭികാമ്യം. പെട്ടെന്ന് നമുക്ക് മേൽനോട്ടം വയ്ക്കാൻ പറ്റും. അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനുള്ള ഫീഡ്ബാക്ക്, റിവ്യൂസ് ഒക്കെ കൊടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാ പ്രവർത്തനവും മികച്ചതായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി എപ്പോഴും ഒരു ഫ്ലോർ സൂപ്പർവൈസറിന്റെ സ്ഥാനം ഏറ്റവും അഭികാമ്യമായിട്ട് വരുന്നത് അവരുമായി ബന്ധപ്പെട്ട അവര് മേൽനോട്ടം വഹിക്കുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ ജീവനക്കാർ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെയാണ് അവരുടെ സ്ഥാനമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി അഭികാമ്യമായിട്ട് വരിക. നെക്സ്റ്റ് പോയിന്റ്, സ്റ്റോറേജ് റൂം ഫോർ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്. ഹൗസ് കീപ്പിംഗ് ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതിന് ഒരു റൂം വേണം. അതുപോലെ സ്റ്റോറേജ് ഫോർ ഹൗസ് കീപ്പിംഗ് സപ്ലൈസ്, ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട മറ്റു സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഏരിയ ഉണ്ടായിരിക്കണം. Last point, housekeeping janitors closets on all floors throughout the hospital equipment with floor sinks and space and shelves for housekeeping equipment, carts, buckets and supplies. ഇവിടെ housekeeping, the janitors closet എന്ന് പറയുന്നത് എന്താണ്? ഒരു janitors closet കേട്ടിട്ടുണ്ടാവും ഒരു പേര്, janitors closet കേട്ടിട്ടുണ്ടോ? ലക്ഷ്മി കേട്ടിട്ടുണ്ട്. എന്താണ് ലക്ഷ്മി janitors closet എന്ന് പറഞ്ഞാല്? എന്താണ് നമുക്ക് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുറച്ചു പേരെങ്കിലും അത് ഫെമിലിയർ ആയിരിക്കും, കേട്ടിട്ടുണ്ടാവാം. എന്താണ്? അറിയില്ല കേട്ടവര്? കേട്ടിട്ടില്ല. ജാനിറ്റേഴ്സ് ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു ഹൗസ് കീപ്പിംഗ് റൂമിനെ തന്നെയാണ് കേട്ടോ പറയുന്നത്. ഹൗസ് കീപ്പിംഗ് റൂമിനെ തന്നെയാണ് നമ്മൾ ജാനിറ്റേഴ്സ് ക്ലോസറ്റ് എന്ന് പറയുന്നത്. ആ ഒരു പേര് കേട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ആണെന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട. ആ ഒരു ഹൗസ് കീപ്പിംഗ് റൂം എന്തിനു വേണ്ടിയാണ് ഹൗസ് കീപ്പിംഗ് റൂം ഉള്ളത്? എന്തിനു വേണ്ടിയിട്ടാണ് ഹൗസ് കീപ്പിംഗ് റൂം ഉള്ളത്? ഒരു ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട റൂം എന്തിനായിരിക്കും? ഒരു സ്റ്റോറേജ് ഏരിയ ആണ് അല്ലെ? ശരിയല്ലേ? ഒരു സ്റ്റോറേജ് ഏരിയ ആണ്. ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട സാധനങ്ങള്, ഉപകരണങ്ങൾ, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റോർ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് ഏരിയ ആണ് കേട്ടോ. ആ ഒരു ഹൗസ് കീപ്പിംഗ് റൂം അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറേജ് ഏരിയയാണ് നമ്മൾ ജാനിറ്റേഴ്സ് ക്ലോസറ്റ് എന്ന് പറയുന്നത്. ഒരിക്കലും അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാതിരിക്കരുത്. പിന്നീട് എപ്പോഴെങ്കിലും വേറെ ഏതെങ്കിലും ചാപ്റ്റേഴ്സിലൊക്കെ ഈ ഒരു ടേം കേൾക്കുമ്പോൾ ഇന്നതാണ് ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട ഒരു റൂമാണ്, ഒരു സ്റ്റോറേജ് ഏരിയ ആണ് എന്ന് മനസ്സിലാവുന്നുണ്ടാവണം കേട്ടോ. അപ്പൊ ഇവിടെ ഹൗസ് കീപ്പിംഗ് അല്ലെങ്കിൽ ജാനിറ്റേഴ്സ് ക്ലോസറ്റ് ഓൺ ഓൾ ഫ്ലോർസ്, എല്ലാ നിലകളിലും ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറേജ് റൂം അല്ലെങ്കിൽ ഏരിയ ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടി ഓരോ നിലകളിലും ഉണ്ടാവണം എന്ന് പറയുന്നത്, ആ ഓരോ ഫ്ലോറിലെയും ക്ലീനിങ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ, മറ്റു സാധനങ്ങളെല്ലാം നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ അവിടെ ഓരോ നിലകളിലും, അതാണ് ഓൾ ഫ്ലോർസ്, എല്ലാ നിലകളിലും ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട സാധനങ്ങള്, എക്യുപ്മെന്റ്സ്, മറ്റു മെറ്റീരിയൽസ്, സപ്ലൈസ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ നിലകളിലും ഈ ഒരു ജാനിറ്റേഴ്സ് ക്ലോസറ്റ് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറേജ് റൂം ഉണ്ടായിരിക്കണം. ഫ്ലോർ സിങ്സ്, അതോടൊപ്പം തന്നെ ആ റൂമില് ഫ്ലോർ സിങ്കുകൾ, നമുക്ക് ബക്കറ്റ്സ് കാര്യങ്ങളൊക്കെ വെള്ളം എടുക്കാൻ വേണം അല്ലെ? ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് കഴുകാനും മോപ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കഴുകി യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഫ്ലോർ സിങ്കുകളും ഇതിനോടൊപ്പം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്പേസ് ആൻഡ് ഷെൽഫ് ഫോർ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റുകൾ വെക്കാനായിട്ട് സ്പേസും ഷെൽഫുകളും ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. കാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ കണ്ടു കാണും, ഇങ്ങനെ നമ്മുടെ ബക്കറ്റ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റും കാര്യങ്ങളും വണ്ടികളുണ്ടാവും. അതിനെയാണ് കാർഡ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങനെ തള്ളി കൊണ്ടുപോകാൻ പറ്റുന്ന ട്രോളി പോലത്തെ വണ്ടികൾ കണ്ടിട്ടില്ലേ? ഹോസ്പിറ്റലൊക്കെ പോകുമ്പോ കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള വണ്ടികൾ വേണം. അതുപോലെ തന്നെ ബക്കറ്റ്സ്, മറ്റു സാധനങ്ങളെല്ലാം വെക്കാനായിട്ട് ഓരോ ഫ്ലോറിലും ഇതുപോലെയുള്ള സ്റ്റോറേജ് റൂമുകൾ അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് റൂമുകൾ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. ആസ് പാർട്ട് ഓഫ് ഡെയിലി റൂട്ടീൻ, അതായത് ഒരു ഹോസ്പിറ്റലിൽ ദിവസേനയുള്ള പ്രവർത്തനങ്ങളിൽ, ദിവസേനയുള്ള ദൈനംദിന പ്രവർത്തനങ്ങളുമായി
ഭാഗമായി ദിനചര്യയുടെ ഭാഗമായിട്ട് സപ്ലൈസ് ഫോർ ഡെയിലി യൂസ് ഓൺ ദ ഫ്ലോർസ്, ആ ദിവസേന ആ ഒരു ഫ്ലോറില് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടോ ആ ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ഡെലിവേർഡ് ടു ദെയർ പ്രോസസ് ഡയറക്ടർ. അപ്പൊ ഇങ്ങനെ ഓരോ ഫ്ലോറിലും ഇങ്ങനെയുള്ള ഒരു റൂം ഉണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോറിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ക്ലീൻ ചെയ്യാനുള്ള ദിവസേന ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങൾ നമുക്ക് അവിടെ എളുപ്പത്തിൽ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ്, ഒരു ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കണമെങ്കിൽ എന്തൊക്കെ സൗകര്യങ്ങളും എന്തൊക്കെ ആവശ്യകതകളുമാണ് ആവശ്യം എന്നാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് വേണ്ടിയിട്ട് ഒരു ഓഫീസ് ഏരിയ ഉണ്ടായിരിക്കണം. സെക്കൻഡ് പറഞ്ഞത് ഏരിയ ഫോർ ക്ലറിക്കൽ വർക്ക്, ദിവസേനയുള്ള ക്ലറിക്കൽ ജോലികൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കണം. തേർഡ് വൺ പറഞ്ഞത് ഓഫീസ് ഫോർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഓർ ഓഫീസ് സ്പേസ് ഫോർ സൂപ്പർവൈസേഴ്സ്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിനും ഫ്ലോർ സൂപ്പർവൈസേഴ്സിനും അവരുടേതായിട്ടുള്ള ഓഫീസ് ഏരിയ അല്ലെങ്കിൽ ഒരു ഓഫീസ് സ്പേസ് ഉണ്ടായിരിക്കണം. അതിൽ ഫ്ലോർ സൂപ്പർവൈസറിന്റെ ഓഫീസ് ഏരിയ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് അവരുമായി ബന്ധപ്പെട്ട് അവർ മേൽനോട്ടം വഹിക്കുന്ന ജീവനക്കാർ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെ ആകുന്നതാണ് ഏറ്റവും അനുയോജ്യം. നെക്സ്റ്റ് പറഞ്ഞത് സ്റ്റോറേജ് റൂം ഫോർ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് റൂം വേണം. അതുപോലെ സ്റ്റോറേജ് ഫോർ ഹൗസ് കീപ്പിംഗ് സാധനങ്ങളുമായി ബന്ധപ്പെട്ട് അത് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ വേണം. ദെൻ ഓരോ ഫ്ലോറിലും ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സ് അല്ലെങ്കിൽ ജാനിറ്റേഴ്സ് ക്ലോസറ്റ്സ് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് റൂമുകൾ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറേജ് ഏരിയ വേണം. അങ്ങനെ ഓരോ നിലയിലും അത് വെക്കണം. അതോടൊപ്പം തന്നെ ഫ്ലോർ സിങ്സും കാര്യങ്ങളൊക്കെ അതുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കണം. അതോടൊപ്പം ഷെൽഫുകൾ എന്തെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റുകൾ വെക്കാൻ, അതുമായി ബന്ധപ്പെട്ട കാർഡുകൾ വെക്കാൻ, ബക്കറ്റ്സ് മറ്റു സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി സ്പേസസും ഷെൽഫ്സും ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കണം. അതിനനുസരിച്ചിരിക്കണം ഓരോ നിലകളിലും ഈ ഒരു ഹൗസ് കീപ്പിംഗ് റൂമുകൾ സെറ്റ് ചെയ്യുന്നതിലൂടെ അവരുടെ ദിവസേനയുള്ള എല്ലാ ഡെയിലി ക്ലീനിങ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണോ അതിനുള്ള എക്യുപ്മെന്റ്സും സാധനങ്ങളും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ ഈ പറയുന്ന ഓരോ ഫ്ലോറിലെയും ഈ ഒരു റൂമിൽ നിന്ന് എളുപ്പത്തിൽ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ് ഒന്ന് വായിച്ചു നോക്കും. ഇമ്പോർട്ടൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. എന്തൊക്കെ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ് ആണ് ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ട് വരുന്നത് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ഓൾ ഓഫ് ദേ പോകുന്ന രീതിയിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒന്ന് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചാൽ എഴുതാൻ പറ്റുമല്ലോ. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ ഓക്കെ നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഫങ്ഷൻസ്.
ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ് പറയുന്നത്. ദ ഡിപ്പാർട്ട്മെന്റ് ഈസ് അക്കൗണ്ടബിൾ ഫോർ വേരിയസ് ടാസ്ക്സ്. ഈ ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ വിവിധ ജോലികൾ ചെയ്യാനായിട്ട് ചുമതലയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിൽ പ്രധാനപ്പെട്ട അവരുടെ കുറച്ച് ചുമതലകൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളാണ് നമ്മൾ താഴെ പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. ഫസ്റ്റ് വൺ ആണ് ഡെയിലി ക്ലീനിങ്, ദിവസേനയുള്ള അല്ലെങ്കിൽ ദൈനംദിന ക്ലീനിങ്. നമുക്ക് ദിവസേന കുറെ കാര്യങ്ങൾ ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണുള്ളത്? ദിസ് കൺസിസ്റ്റ് ഓഫ് സ്വീപ്പിംഗ് ആൻഡ് മോപ്പിംഗ് ഫ്ലോർസ്, ഡസ്റ്റിംഗ്, ഫർണിച്ചർ ക്ലീനിങ്, fixture walls, ceilings, windows and bathrooms, empty trash and defrosting refrigerator in nursing stations. അപ്പൊ ദിവസേനയുള്ള ക്ലീനിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അത് ഓരോന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ്. ദിവസേന നമ്മൾ കാണാറുണ്ട് അല്ലെ, എല്ലാ ദിവസവും നമ്മുടെ ഫ്ലോർസും കാര്യങ്ങളും, ഹോസ്പിറ്റലിലെ ഫ്ലോറും കാര്യങ്ങളും ഒക്കെ എല്ലാ ദിവസവും അടിച്ചു വാരി തൂത്തുവാരി വൃത്തിയായി തുടച്ചിടാറില്ലേ ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്? തുടച്ചിടാറില്ല. അത് ദിവസേനയുള്ള ക്ലീനിങ് ആണ് അല്ലെ. അതുപോലെ തന്നെ ഡസ്റ്റുകൾ, നേരെ കാണുന്ന ടേബിളുകളായിക്കോട്ടെ, നേരെ നമുക്ക് കാണാൻ പറ്റുന്ന ഇടങ്ങൾ, നമുക്ക് പറ്റാവുന്ന ഇടങ്ങളിലൊക്കെ പൊടികളോ കാര്യങ്ങളോ, ഫർണിച്ചറിന്റെ മുകളിൽ പൊടികൾ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വാൾസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഈ ഗ്ലാസ് ഒക്കെ വെച്ച്, ഹോസ്പിറ്റലൊക്കെ ചില റൂംസ് ഒക്കെ ഗ്ലാസ് വെച്ചിട്ടല്ലേ അവർ വേർതിരിച്ചിരിക്കുന്നത്, സെക്ഷൻ ചെയ്തിരിക്കുന്നത്, സോൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ അഴുക്കുകൾ, നമുക്ക് കൈയൊക്കെ പിടിച്ചെപ്പോഴും അഴുക്കുകൾ പറ്റുകയാണെങ്കിൽ അതൊക്കെ ഡെയിലി അവർ വൃത്തിയാക്കി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതൊക്കെ ദിവസേന അവർ ചെയ്യുന്ന ജോലീസ് ആണ്. അതുപോലെ ഫർണിച്ചറിന്റെ മുകളിലൊക്കെ പൊടികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വളരെ ഉയരത്തിലുള്ളതൊന്നും അല്ല കേട്ടോ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് നേരെ കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പൊടികൾ കാര്യങ്ങളോ തുടച്ചിടുക. അത് അവിടെ എല്ലാം അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കും. അതുപോലെ തന്നെ ചെയർസ് കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വാൾസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ച് വൃത്തിയാക്കും. അതുപോലെ തന്നെ സീലിങ്സ്, അതൊക്കെ നമുക്ക് എത്തുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ സീലിങ്സ് ആയിക്കോട്ടെ, വിൻഡോസ് ആയിക്കോട്ടെ, ജനാലകളായിക്കോട്ടെ, ബാത്റൂം, അതുപോലെ തന്നെ ഒക്കെ നമ്മൾ വൃത്തിയാക്കി വെക്കാറുണ്ട്. അതുപോലെ തന്നെ എംപ്റ്റി ട്രാഷ്, ഇപ്പൊ ഓരോ റൂമുകളിൽ അല്ലെങ്കിൽ ബാത്റൂമുകളുടെ ഉള്ളിലുള്ള ചപ്പുചവറ് അല്ലെങ്കിൽ ചവറ്റുകൂട്ടകളൊക്കെയാണ്, നമുക്ക് വേസ്റ്റ് ബിൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അതൊക്കെ ദിവസേന അവര് ക്ലീൻ ചെയ്യില്ലേ? ദിവസേന അവരത് എടുത്തിട്ട് പോകും അല്ലെ. ആ വേസ്റ്റസ് ഒക്കെ കൊണ്ടുപോയി എംറ്റി ചെയ്ത് അല്ലെ, അത് ഒഴിവാക്കി, ആ ചവറുകളും മാലിന്യങ്ങളും ഒക്കെ ഒഴിവാക്കി അത് ശൂന്യമായിട്ടുള്ള എംറ്റി ആയിട്ടുള്ളത് നമുക്ക് കൊണ്ടുവന്ന് തിരികെ വെക്കും. ശരിയല്ലേ? ഇതൊക്കെ നമ്മൾ ദിവസേന ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാവുന്ന കാര്യങ്ങളാണ് അല്ലെ. Defrosting refrigerators in nursing station. Nursing സ്റ്റേഷനില് റെഫ്രിജറേറ്റേഴ്സ് ഉണ്ട്. മരുന്നുകളൊക്കെ കോൾഡ് ആയിട്ടുള്ള മരുന്നുകളൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി റെഫ്രിജറേറ്റേഴ്സ് ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യാം? ഡീഫ്രോസ്റ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ എന്താണ്? അധികം ഐസോ കാര്യങ്ങളൊന്നും പിടിക്കാതെ ഐസൊക്കെ മാറ്റിയിട്ട് ക്ലീൻ ചെയ്ത് എല്ലാ ദിവസവും ഡീഫ്രോസ്റ്റ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് വെക്കാം. ഇത്രയും കാര്യങ്ങൾ ഡെയിലി ക്ലീൻ, ദിവസേനയുള്ള ക്ലീനിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? ദിവസേനയുള്ള ക്ലീനിങ് ക്ലിയർ ആണോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം നെക്സ്റ്റ് വൺ പീരിയോഡിക് ക്ലീനിങ്. പീരിയോഡിക് ക്ലീനിങ് എന്ന് പറയുമ്പോൾ എന്താ? അപ്പൊ നമ്മുടെ വീട്ടിലും ദിവസേന അല്ലാതെ ആനുകാലികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിൽ 2 or 3 പ്രാവശ്യമൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ ക്ലീൻ ചെയ്യാറുണ്ട് അല്ലെ. എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാത്ത കുറെ കാര്യങ്ങളില്ലേ? ഉണ്ടോ? എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടില് കത്തന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എല്ലാ ദിവസവും അഴിച്ചു കഴുകുമോ? ഇല്ല അല്ലെ. അതൊക്കെ നമ്മള് കുറച്ച് ദിവസത്തേക്കോ ആഴ്ചയിൽ ഒരു ദിവസം ആയിരിക്കും. ഇപ്പൊ ജോലിയുള്ളവരൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ മാസത്തിൽ 1, 2, 3 പ്രാവശ്യം ആയിരിക്കും. അപ്പൊ ഓരോരുത്തരുടെയും നമ്മുടെ സൗകര്യത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുക. അതെ, അപ്പൊ ഇതാണ് ഇവിടെ പീരിയോഡിക് ക്ലീനിങ് എന്ന് പറയുന്നത്. അതെ, സൺഡേ ഒക്കെയാണ് ചിലർ പ്രിഫർ ചെയ്യുക. ഇവിടെ പീരിയോഡിക് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ആനുകാലികമായിട്ടുള്ള ശുചീകരണം. ദിസ് ഇൻക്ലൂഡ് വാഷിംഗ് വിൻഡോസ്. നമ്മുടെ ജനാലകളൊക്കെ എല്ലാം നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ആയിരിക്കും അല്ലെ. അതുപോലെ തന്നെ വാക്സിംഗ് ഫ്ലോർസ്. ഈ വാക്സിംഗ് ഫ്ലോർസ് കൂടുതലും ഈ ചില ഫ്ലോർസ് ഒക്കെ നമ്മുടെ ഫർണിഷ് ചെയ്തിട്ടുണ്ടാവും. ഫർണിച്ചർ ഉപയോഗിച്ച് നമ്മുടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഫർണിച്ചർ ഉപയോഗിച്ചായിരിക്കും ഫ്ലോർസ് കാര്യങ്ങളൊക്കെ ചില സ്ഥലത്ത് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ആ ഒരു ആ ഒരു ഫ്ലോറിന്റെ ആ ഒരു മിനുസം അല്ലെങ്കിൽ ആ ഒരു നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കുന്നതൊക്കെ റഫ് ആയിട്ടുണ്ടാവും. അതൊക്കെ ഒന്നും കൂടി കൃത്യമായിട്ട് നല്ല മിനുസപ്പെടുത്താനും നല്ല മിന്നി തിളങ്ങാനൊക്കെ വേണ്ടിയിട്ട് വാക്സിൻ ചെയ്യാറുണ്ട്. അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ ടൈൽസ് ആണെങ്കിലും അതിനനുസരിച്ചുള്ള ലിക്വിഡ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ കുറച്ചുകൂടി ക്ലീൻ ചെയ്യാറുണ്ട്. ഒന്നുകൂടി വളരെ വൃത്തിയായിട്ട് അതൊന്നും കൂടി എന്ത് ചെയ്യാറുണ്ട്? ഫിനിഷ് ചെയ്തെടുക്കാറുണ്ട്. അങ്ങനെയുള്ള വാക്സിൻ ഫ്ലോർസ് ചെയ്യാറുണ്ട്. അതൊക്കെ നമ്മൾ ഇടയ്ക്കെപ്പോഴെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളാണ്. ക്ലീനിങ് കാർപ്പറ്റ്സ് അല്ലെ. നമ്മുടെ പരവതാനികള്, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മറ്റു കാർപ്പറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മള്
എപ്പോഴാണ് കൂടുതൽ അഴുക്ക് നമുക്ക് തോന്നുന്നത്, അപ്പോഴാണ് നമ്മൾ എടുത്ത് കഴുകുക അല്ലെ. ഡെയിലി ഒന്നും നമ്മൾ അത് കഴുകാറില്ല. ഡസ്റ്റിംഗ് ഹൈ സീലിംഗ്സ്, വളരെ ഉയർന്ന പൊക്കത്തിലുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെയാണ്, ഇപ്പൊ ഫാനോ അല്ലെങ്കിൽ അതിന്റെ ഉയരത്തിൽ എവിടെയെങ്കിലും ഒക്കെ പൊടികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉയർന്ന ആ ഒരു ഡസ്റ്റിംഗ് സീലിംഗ്സ് ഒക്കെ നമ്മള് പൊടികളോ കാര്യങ്ങളോ ഒക്കെ തട്ടിക്കളയുന്നതും അതൊക്കെ വൃത്തിയാക്കുന്നതും ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആയിരിക്കും. ചേഞ്ചിങ് ഡ്രേപ്പറീസ്, നമ്മുടെ തുണിത്തരങ്ങൾ ഈ പറഞ്ഞ പോലെ കർട്ടൻസ് അങ്ങനെയുള്ള തുണിത്തരങ്ങളൊക്കെ നമ്മൾ വളരെ എല്ലാ ദിവസവും ഒന്നും കഴിക്കില്ല, ചിലപ്പോൾ 1 2 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആയിരിക്കും ചെയ്യുക അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളോ ഒരു ഹോസ്പിറ്റലില് ആനുകാലികമായിട്ടാണ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ദിവസേനയുള്ള ക്ലീനിങ് അല്ല, ഇടയ്ക്കിടയ്ക്ക് അഴുക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഉഷ്ണതായിട്ട് തോന്നുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ക്ലിയർ ആണ് പീരിയോഡിക് ക്ലീനിങ്? ഓക്കെ ആണോ? ഓക്കെ. തേർഡ് വൺ ആണ് ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ. ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമ്മുടെ ചവറ്റുകുട്ടകള് അതിലെ മാലിന്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുക. നമുക്കറിയാം ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഹോസ്പിറ്റലിലെ എല്ലാ ഇടങ്ങളിലും സന്ദർശിക്കുകയും അതുമായിട്ട് തന്നെ എല്ലായിടത്തും ക്ലീൻ ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട് എല്ലാ ചവറ്റുകുട്ടകളും ക്ലീൻ ചെയ്ത് അല്ലെ എടുത്തുകൊണ്ട് വരുന്നത്. അതെ, എല്ലാ ദിവസവും അല്ലെ, എല്ലാ ദിവസവും ആ ചവറ്റുകുട്ടകളൊക്കെ എടുത്തിട്ട് വന്ന് അത് ക്ലീൻ ചെയ്ത് എന്ത് ചെയ്യുക, അതിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, മൂവ് ചെയ്ത് നമ്മുടെ എവിടേക്കാണോ ആ ഒരു വേസ്റ്റ് കൊണ്ടുപോകേണ്ടത് അവിടേക്ക് കൊണ്ടുപോയി അതിന് പകരം എംറ്റി ആയിട്ടുള്ള ബിന്നുകൾ സ്ഥാപിക്കേണ്ടതും ആര് തന്നെയാണ്, ഈ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതാണ് ഇവിടെ ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഇൻക്ലൂഡ് കളക്ടിങ് ട്രാഷ് ആൻഡ് ഗാർബേജ് ഫ്രം വേരിയസ് പോയിന്റ് വിത്തിൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ പല സ്ഥലങ്ങളിൽ നിന്നും വേസ്റ്റസ് അല്ലെ, ആ ഒരു ചവറ്റുകുട്ടകള് അല്ലെങ്കിൽ ആ ഒരു ചവറുകൾ അടങ്ങിയ ആ ഒരു ട്രാഷുകൾ അല്ലെങ്കിൽ ആ ഒരു ചവറ്റുകുട്ടകൾ കളക്ട് ചെയ്യുക, അതിൽ നിന്നും ആ മാലിന്യങ്ങൾ അല്ലെങ്കിൽ വേസ്റ്റസ് എന്ത് ചെയ്യുക, ആ ഒരു മൂവിംഗ് ദം ടു ദ ഇൻസിനറേറ്റർ ഡംസ്റ്റർ എന്ന് വെച്ചാൽ വെരി ലാർജ് കണ്ടെയ്നർ ഫോർ റബ്ബിഷ്. മാലിന്യങ്ങളും ചവറുകളും ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള വലിയ കണ്ടെയ്നേഴ്സ് ഹോസ്പിറ്റലിൽ നിക്ഷേപിച്ചിട്ടുണ്ടാവും. അതിനനുസരിച്ച് അത് ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് അതിലേക്ക് കൊണ്ടുപോയി നിക്ഷേപിക്കുകയും ചെയ്യുക. ഇതും ആരുടെ ഡ്യൂട്ടിയാണ്? ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ എന്ന് പറയുന്നത് ആ ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിലെ പ്രധാനപ്പെട്ട ഫങ്ഷൻസിൽ ഒന്നാണ്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ. ദെൻ ഫോർത്ത് വൺ ആണ് ഡിസ്ചാർജ് ക്ലീനിങ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ഇപ്പൊ ഒരാളെ ഡിസ്ചാർജ് ആയി, ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, ആ ഡിസ്ചാർജ് ആയ റൂമിൽ നിന്ന് അവർ ട്രാൻസ്ഫർ ആയി പോയതിനു ശേഷം ആ റൂം മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇവർ ക്ലീൻ ചെയ്യും. കണ്ടിട്ടില്ലേ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ ക്ലീൻ ചെയ്യുന്നത്? കണ്ടിട്ടില്ലേ? അത് തന്നെ ഡിസ്ചാർജ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ അതാണ്. ദിസ് ഇൻക്ലൂഡ് ക്ലീനിങ് ദ പേഷ്യന്റ് റൂം ആഫ്റ്റർ ഡിസ്ചാർജ് ട്രാൻസ്ഫർ ഓഫ് എ പേഷ്യന്റ്. ആ റൂമിൽ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു ഓൾറെഡി, അവർ ഡിസ്ചാർജ് ചെയ്ത് ട്രാൻസ്ഫർ ആയി പോയി. അതിനുശേഷം മേക്കിംഗ് റെഡി ഫോർ അനദർ പേഷ്യന്റ്, അത് മറ്റൊരു പേഷ്യന്റിന് ഈ ഒരു റൂം റെഡിയാക്കി കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ അവിടെ ക്ലീൻ ചെയ്യാറുണ്ട്. അതിനെയാണ് ഡിസ്ചാർജ് ക്ലീനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് എക്സ്റ്റർമിനേറ്റിംഗ് ബഗ്സ് ആൻഡ് പെസ്റ്റ്. അപ്പൊ ആ ഹോസ്പിറ്റലിലെ ഓരോ ഏരിയയിലും വളരെ സുരക്ഷിതമായിട്ട് വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് എന്തെങ്കിലും ചെറുപ്രാണികളോ കീടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിനെയൊക്കെ നശിപ്പിക്കുക. അതാണ് എക്സ്റ്റർമിനേറ്റിംഗ് ബഗ്സ് ആൻഡ് പെസ്റ്റ് എന്ന് പറയുന്നത്. കീടങ്ങളോ ചെറുപ്രാണികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നശിപ്പിക്കുക. സ്റ്റോർ റൂമിലൊക്കെ പ്രത്യേകിച്ച് അല്ലെ, അതൊക്കെ പരിശോധിച്ച് വൃത്തിയാക്കി നിർത്തുക. Then preventing spread of infection and ensuring conditions for good patient care. Infections spread ആവുന്നതിൽ പകരുന്നതിനെ തടയുകയും ഒരു പേഷ്യൻസിന് നല്ലൊരു പരിചരണം കൊടുക്കാനുള്ള ഒരു അന്തരീക്ഷം നിലനിർത്തുകയും ചെയ്യുക. Then seventh one ആണ് വാട്ടറിംഗ് ഇൻഡോർ പ്ലാന്റ്സ്. ചില ഹോസ്പിറ്റലിലേക്ക് ഇൻഡോർ പ്ലാന്റുകൾ, നമ്മുടെ വീടുകളിലൊക്കെ ഇൻഡോർ പ്ലാന്റുകൾ വെക്കാറുണ്ട് അല്ലെ. വീടിനുള്ളിൽ വെക്കുന്ന പ്ലാന്റ്സ് കണ്ടിട്ടില്ലേ? ഇൻഡോർ പ്ലാന്റ്സ് പുറമേ നടുന്നതല്ല കേട്ടോ, ഹോസ്പിറ്റലിനുള്ളിലൊക്കെ ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് വെക്കാറുണ്ട്. അതിനൊക്കെ എന്ത് ചെയ്യുക, വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത്രയും ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ഫങ്ഷൻസ് ആയിട്ട് പറയുന്നതാണ്. ഇവിടെ വരെ മിസ് നിർത്താണ്, വായിച്ചു നോക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒന്നുകൂടി പറയാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഭാഗങ്ങൾ വായിച്ചിട്ട് വരാം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം കേട്ടോ. ക്ലിയർ അല്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ലേ എടുക്കുന്നത്? ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. താങ്ക് യു.